തയ്ച്ചു വെച്ചിരിക്കുന്ന ഫ്രണ്ട് പാർട്ട് എങ്ങനെ വെട്ടും? വെട്ടിയാലല്ലേ പറ്റുള്ളൂ അല്ലേ? കൂട്ടുകാരെ, സാലി റോസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതുപോലെ എല്ലാവരുടെയും പ്രശ്നമാണ്, നമ്മൾ നന്നായിട്ട് ചുരിദാറിൻ്റെ ഫ്രണ്ടൊക്കെ തയ്ച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് എങ്ങനെ ഓപ്പൺ ചെയ്യും? എല്ലാവർക്കും ഒരു പേടി, ഓപ്പൺ ചെയ്താൽ എങ്ങനെ ഇരിക്കും? കാരണം കഴുത്ത് ഭാഗവും യോക്കിൻ്റെ പാർട്ടൊക്കെ ശരിക്ക് തയ്ച്ച് കഴിഞ്ഞ് എന്നെ എടുക്കും. അതിന് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്, ഈ ഫ്രണ്ട് യോക്ക് 2 ഷോൾഡർ ഒരുപോലെ പിടിക്കണം, കറക്റ്റായിട്ട് പിടിക്കണേ, അല്ല ചെരിഞ്ഞൊക്കെ പോവും. നമ്മൾ കട്ട് ചെയ്യുന്നത് അങ്ങനെ കറക്റ്റ് നെക്കെല്ലാം ചേർത്ത് ഒരുപോലെ വെച്ചിട്ട് നമ്മളവിടെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം അവിടെ ഒരു വരയിടുന്നു. കണ്ടല്ലോ, അത് കറക്റ്റ് ആയിരിക്കണേ. ആ വരയിട്ടത് യോക്ക് എവിടം വരെ വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടം പോലെ ഇരിക്കും. ആ യോക്ക് പാർട്ടും കഴിഞ്ഞ് ഒരു 1/2 ഇഞ്ചൂടെ താഴേക്ക് ഞാൻ ഇറക്കിയിട്ടിട്ടുണ്ട്. എന്നാലേ നമുക്ക് ഏതായാലും നമ്മൾ കട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പം ഒരു കുറച്ചുകൂടെ നമുക്ക് വെട്ടാവല്ലോ. ഒത്തിരി ഇല്ല, കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത്രയും ഭാഗം നേരെ നമ്മൾ കട്ട് ചെയ്തു. പേടി മാറിയില്ലേ? ഇനി എനിക്ക് തുണി ആകെ ഉള്ളത് ഇതാ, ഏതെന്നറിയോ? കഴുത്തിൻ്റെ ഉൾവശം ഞാൻ വെട്ടിക്കളഞ്ഞില്ലേ, ബാക്ക് പാർട്ട്, ആ തുണിയായത്. അതായത് ബാക്കും ഫ്രണ്ടോടെ ചേർത്ത് വെച്ചിട്ടല്ലേ നടുക്കത്ത് കഴുത്ത് ഞാൻ വെട്ടിയത്. ആ ബാക്ക് പാർട്ട് വെട്ടിയ തുണിയെ 2ആയിട്ട് നടുകെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അരികൊക്കെ കണ്ടിച്ച് കളഞ്ഞ് നമുക്ക് ഇവരെ കൂട്ടിച്ചേർക്കാം. ഇതാകുമ്പോൾ സെയിം തുണിയാണല്ലോ. നമ്മൾ വേറൊരു കളർ ഏതാണ്ട് സാമ്യമുള്ള മറ്റൊരു കളർ തുണി വെച്ചാലും കുഴപ്പമില്ല. ഇതുള്ളപ്പം നമുക്ക് ഇതുകൊണ്ട് തന്നെ ചെയ്യാമല്ലോ. അപ്പം ഇത് രണ്ടും ഞാൻ കൂട്ടി അടിച്ചുകൊണ്ട് വരാവേ. കൂട്ടി തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ തയ്യൽ തുമ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നടുക്കൂടെ ഒന്ന് വെക്കാം. അങ്ങനെ അപ്പം വലിയ കട്ടി പിടിക്കാതിരിക്കും, നല്ല വൃത്തിയായിട്ടിരിക്കും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കാം. അത് മടക്കി കഴിഞ്ഞാൽ 1 ഇഞ്ച് 1.25 ഇഞ്ച് കിട്ടണം, അത്രയും മതി കേട്ടോ, ധാരാളമേ. 1.25 1.5 ഇഞ്ച് ഉണ്ടെങ്കിൽ ധാരാളം നല്ലതാണ്. 1 ഇഞ്ച് തയ്ച്ച് കഴിഞ്ഞ് നിന്നാൽ മതി, 1 ഇഞ്ചോ 3/4 ഇഞ്ചോ. ഇപ്പം ഞാനിതിനെ കൃത്യം നടുകെ എങ്ങനെ വെക്കുന്ന നോക്കി. ഈ ഫസ്റ്റ് പാർട്ട് കഴുത്തിൻ്റെ അവിടുന്ന് ഒരു 1/4 ഇഞ്ച് കവർ ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ഇങ്ങനെ തയ്ക്കാം, അല്ലാതെ അരികെ മടക്കിക്കൊണ്ട് വെള്ളം തയ്ക്കാം. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇങ്ങനെ തയ്ക്കുന്നത് നല്ലതാണ്, കറക്റ്റായിട്ട് നിന്നോളും. കണ്ടോണേ. എന്നിട്ട് നമുക്ക് തയ്ച്ച് വരാം. ഒരു 1/4 ഇഞ്ച്, ഒത്തിരി എടുക്കരുതേ. ഒത്തിരി എടുത്താൽ കഴുത്തിൻ്റെ വ്യാസം, ആ വട്ടം ഒത്തിരി കുറഞ്ഞു പോകും. അല്ലെങ്കിലും കഴുത്തിൻ്റെ വട്ടം ഒരു സ്വല്പം കുറയും. അതുകൊണ്ട് ഫ്രണ്ട് ഓപ്പൺ ചെയ്യേണ്ടവർ കഴുത്തിൻ്റെ ഫ്രണ്ട് കഴുത്ത് 1/2 ഇഞ്ച് കൂടുതൽ എടുക്കുന്നതിനും കുഴപ്പമില്ല. 2.25 എടുക്കുമ്പം അടിഭാഗം 3 വ്യാസമില്ലേ, അടിഭാഗം നമ്മൾ 2.25 തന്നെ എടുക്കത്തില്ലേ, അത് 3 എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പം കഴുത്തിന് ഇച്ചിരി ആകും കിട്ടും. എന്താ ചെയ്തെന്ന് കണ്ടല്ലോ, വി പോലെ കട്ട് ചെയ്ത് അതേ ഷേപ്പിൽ നമ്മൾ ഈ തുണി തയ്ച്ച് വന്നു. ഇവിടെ അറ്റത്തും മുമ്പത്തെ പോലെ തന്നെ മിച്ചമുള്ള ഒത്തിരി ഉള്ളത് കളഞ്ഞിട്ട് ബാക്കി അകത്തോട്ട് മടക്കി വെച്ച് തന്നെ തയ്ച്ചിങ്ങെടുക്കുവാണേ. പിടി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അതിനെ ഞാൻ അടുത്ത് കാണിക്കുന്നത് കണ്ടോ. എന്നിട്ട് ആ വി പോലുള്ള ഭാഗം കറക്റ്റ് തയ്യലയിൽ കൊള്ളാതെ ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എല്ലാ വശത്തും ചെറിയ 1-2 കട്ടൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നോക്കിക്കേ, അകത്തോട്ട് മടക്കി അടിച്ചതിനെ തുറന്നെടുത്തു. അപ്പം നല്ല കഴുത്ത് കറക്റ്റായിട്ട് നിൽക്കും. അതിനങ്ങനെ ചെയ്യുന്നത് കണ്ടോ. ഇവിടെ ഇച്ചിരി നൂല് കട്ട കെട്ടിയായിരുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ ഷാർപ്പായിട്ട് മടക്കിയിട്ട് നമ്മളൊന്ന് പതിച്ചടിക്കുകയാണേ. പതിച്ചടിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കറക്റ്റ് വി പോലെ ഭാഗത്ത് കൊണ്ടുവന്ന് കുത്തി നിർത്തി വേണം തിരിച്ചെടുക്കാൻ. അപ്പം നമുക്ക് എളുപ്പത്തിൽ അതിനെ മടക്കിയെടുക്കാൻ കഴിയും. അതിനങ്ങനെ ചെയ്യുന്നത്. ആ അടുപ്പേക്കൊണ്ടിൻ്റെ മുകളിലൂടെ തന്നെ ഒന്ന് പതിച്ചടിച്ചെടുത്തു. അടുപ്പ് വേണേൽ നമുക്ക് സൈഡിലോട്ട് ഇങ്ങനെ അടിച്ചിങ്ങെടുക്കാം. അപ്പം ഫിനിഷായിട്ട് നിന്നോളും വൃത്തിയായിട്ട്. പണി തീർന്നു. ഇനി എന്നെ എടുക്കണം, അതിനെ ഫുൾ അകത്തോട്ട് വെച്ചു. കണ്ടല്ലോ, ആ പടി ഫുൾ അകത്തോട്ട് വെച്ചു. കഴുത്തും കൂട്ടിച്ചേർക്കുന്നു. എക്സ്ട്രാ നൂലൊക്കെ കണ്ടിച്ച് കളഞ്ഞു കഴിഞ്ഞു. ഇത്രയും പണിയേ ഉള്ളൂ. ഒന്ന് ശ്രമിച്ച് നോക്കണം കേട്ടോ. ആരും മടി വിചാരിക്കരുത്, ഈസിയാണിത്. പറ്റുമെങ്കിൽ ചുമ്മാതൊരു തുണിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു തുണി കൊണ്ട് ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ പിടിപ്പിച്ച് ഒന്ന് തയ്ച്ച് നോക്കണം. ഇനി നമുക്കിങ്ങനെ മടക്കുമ്പം അഥവാ മടങ്ങി വരാൻ ഇച്ചിരി എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഇത് നമ്മൾ മറുവശത്തേക്ക് ചീത്ത വശത്തേക്ക് മടക്കിയിട്ട് അതിൻ്റെ ആ ഏറ്റവും അടിഭാഗത്ത് ആ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇഞ്ച് തുണിയില്ലേ, അതിനെ ഒരു വി പോലെ നമുക്ക് തയ്ച്ചെടുക്കാം. നിർബന്ധമൊന്നുമില്ല, തയ്ച്ചാൽ കുറച്ചുകൂടി കണ്ടോ ഞാൻ തയ്ച്ചേക്കുന്നേ. നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മടങ്ങി വരുമെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ വെക്കുമ്പം എളുപ്പത്തിൽ മടങ്ങി വരും. ഉണ്ടോ, വൃത്തികേടുമില്ലല്ലോ.
കണ്ടോ, ഒരു 3 ഹുക്ക് നമുക്ക് വേണേൽ 1 2 3 ഹുക്ക് വേണേൽ പിടിപ്പിക്കാം അവിടെ. അല്ലേ അതിൻ്റെ മുകളിൽ ബട്ടൺസ് വേണേലും പിടിപ്പിക്കാം. വൃത്തിയായിരിക്കും കാണാനായിട്ട്, നല്ലതായിട്ട്. ഞാൻ കാണിക്കാം, തുറന്ന് ഇവിടെ വെച്ച് കാണിക്കാവേ. നിങ്ങൾ നോക്കി പറ. കണ്ടോണേ, കണ്ടോ, ഒരു ഇതുമില്ല. തയ്ച്ച് കഴിഞ്ഞിട്ട് കാണിക്കുകയാണെങ്കിൽ കുറച്ചൊരു വൃത്തിയായിരുന്നു. നോക്കട്ടെ, തയ്ച്ചിട്ട് ഞാൻ വേണേൽ കാണിക്കാം. ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ. ചെറിയ വീഡിയോയാണ്, കണ്ടിട്ട് ഇഷ്ടമായോ നിങ്ങൾ പറയണം.